ഡെനേരീസ് ടാർഗേറിയന്റെയും കാൾ ഡ്രാഗോയുടെയും വിവാഹത്തിനു ശേഷം അവർ പാൻഡോസ് വിട്ട് മറ്റു സ്ഥലത്തേക്ക് പോവുകയാണ്. ഒത്തിരി നേരത്തെ കുതിരപ്പുറത്തുള്ള യാത്രയിൽ ഡെനേരീസ് വളരെ ക്ഷീണിതയായി. അവളുടെ അടുത്തേക്ക് ചെന്ന സർ മോർമണ്ട് കട്ടിയുള്ള ഒരു പുല്ല് അവൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് പറഞ്ഞു, പർവ്വതങ്ങൾ നിറഞ്ഞ ഷാഡോ ലാൻഡിൽ ഒരു വിഷപ്പുല്ലുണ്ടെന്നും അവ രാത്രികാലങ്ങളിൽ പാലിന്റെ നിറത്തിൽ തിളങ്ങുമെന്നും ആ വിഷപ്പുല്ല് മറ്റു പുല്ലുകളെ നശിപ്പിച്ച് ഒരു നാൾ ഈ ലോകം മുഴുവൻ നിറയുന്നതിന്റെ അന്ന് ഈ ലോകം അവസാനിക്കുമെന്നാണ് ഡൊത്രാക്കികളുടെ വിശ്വാസം എന്ന് സെർജോറ പറഞ്ഞു. കുറച്ചധികം നേരത്തെ യാത്രയ്ക്ക് ശേഷം വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഡൊത്രാക്കികൾ കൂടാരമടിച്ച് അവിടെ വിശ്രമിച്ച് ആഹാരമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന വിസേരിയസ് ടാർഗേറിയനോട് നിങ്ങൾക്ക് പാൻഡോസിൽ ഇലേരിയോടൊപ്പം താമസിച്ചുകൂടെ എന്ന് സെർജോറ ചോദിച്ചപ്പോൾ അയൺ ത്രോൺ തനിക്ക് കാൾ ഡ്രാഗോ നേടിത്തരുന്നത് വരെയും അയാൾക്കൊപ്പം താൻ ഉണ്ടാകുമെന്ന് വിസേരിയസ് പറഞ്ഞു. എന്തിനാണ് നെഡ് സ്റ്റാർക്ക് താങ്കളെ നാട് കടത്തിയതെന്ന് സെർജോറയോട് ചോദിച്ചപ്പോൾ തന്റെ നാടായ ബിയർ ഐലൻഡിൽ നിന്നും പിടിച്ച കുറച്ച് വേട്ടക്കാരെ അടിമകളാക്കി വിറ്റതിനാണെന്ന് സെർജോറ പറഞ്ഞപ്പോൾ താൻ രാജാവായാൽ ഈ ചെറിയ കാര്യങ്ങൾക്കൊന്നും നിങ്ങളെ ശിക്ഷിക്കില്ല എന്ന് കളിയാക്കി പറഞ്ഞതിന് ശേഷം വിസേരിയസ് അവിടെ നിന്ന് പോകും. അതേസമയം വിന്റർഫെല്ലിൽ കഴിഞ്ഞ ദിവസം അധികമായി മദ്യപിച്ച് നായ്ക്കൂട്ടിൽ കിടന്നുറങ്ങിയ ടിരിയന്റെ അടുത്തേക്ക് ജോഫ്രി വന്നിട്ട് തങ്ങളെല്ലാവരും ഇന്ന് തന്നെ കിങ്സ് ലാൻഡിംഗിലേക്ക് മടങ്ങിപ്പോവുകയാണെന്നും അതിനാൽ അമ്മ സേഴ്സി ലാനിസ്റ്റർ കാണണമെന്ന് പറഞ്ഞു എന്ന് പുച്ഛത്തോടെ ടിരിയനെ അറിയിക്കും. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ബ്രയാൻ കോട്ടയുടെ മുകളിൽ നിന്ന് വീണതിൽ ദുഃഖമുള്ള കാര്യം സ്റ്റാർ കുടുംബത്തോട് അറിയിക്കണമെന്ന് ടിരിയൻ പറയുമെങ്കിലും ജോഫ്രി പറ്റില്ല എന്ന് പറഞ്ഞു. ജോഫ്രിയുടെ ചെകിട്ട തടിച്ച ശേഷം ഉറപ്പായും ഇവിടം വിട്ട് പോകുന്നതിന് മുന്നേ സ്റ്റാർ കുടുംബത്തെ കാണണമെന്ന് തറപ്പിച്ചു പറഞ്ഞ ശേഷം ടിരിയൻ അവിടെ നിന്ന് പോകും.